എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെ. ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ഒരു ഫേഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ ഈ വീഡിയോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്, സ്ക്രബ്, പിന്നെ ഒരു മസാജ്, പിന്നെ ഒരു പാക്ക്. ഇങ്ങനെ 4 ഐറ്റംസ് കൂടിയിട്ടാണ് ഈ വീഡിയോ, ഈ ഫേഷ്യൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് തരിക, പിന്നെ ഒരു ചെറിയൊരു കമൻറ്റും തരിക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമൻറ്റ് തരിക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ക്ലെൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും പാല് കൊണ്ട് ക്ലെൻസ് ചെയ്യാം, അതിലൊരു കുഴപ്പമില്ല. ദിവസവും പാല് കൊണ്ട് ക്ലെൻസ് ചെയ്താൽ അത്രയും നല്ലതാണ്. നല്ല മുഖം നല്ല ഗ്ലോ കിട്ടും കേട്ടോ. പിന്നെ മസാജും വേണമെങ്കിൽ ചെയ്യാം. പാക്കും പിന്നെ സ്ക്രബ് അധികം ചെയ്യരുത്, ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? മറക്കണ്ട, സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. നമുക്കപ്പോൾ ആദ്യം നമുക്കൊരു ക്ലെൻസിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാല് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. പാല് ചെയ്യേണ്ടേ ഒരു 2 സ്പൂണോളം പാലെടുത്തിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ലേ? അപ്പം നമുക്കതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലെൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്ത പാടുകൾ മാറാനും മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ, എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊക്കെ പാല് കൊണ്ടുവന്ന് ക്ലെൻസ് ചെയ്താൽ നല്ലതാട്ടോ. പിന്നെ എന്താ പറയുക, സൺ ടാൻ മാറാൻ ഭയങ്കര എഫക്റ്റാണ് ഇത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഴുത്തിൻ്റെ അവിടെയുള്ള കണ്ണിൻ്റെ അവിടെയുള്ള കറുപ്പ്, അപ്പോൾ അതൊന്നൊക്കെ മാറ്റാനൊന്ന് ശ്രമിക്കണം. അപ്പോൾ അതാണ് ഞാൻ ഈ ഫേഷ്യലായിട്ട് തന്നെ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധിക്കാത്തതില്ലാന്ന് വിചാരിക്കണം, നോക്കാം. നാൽപ്പാമ്പരാതിയിലാണ് മുഖത്ത് തേക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ ഐബ്രോസൊക്കെ കണ്ടു. ഐബ്രോസൊക്കെ ആദ്യത്തെ വീഡിയോസിലൊന്നും ഐബ്രോസ് ഇല്ല. അപ്പോൾ അതിൻ്റെ സൂത്രം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് ഇത്രയ്ക്ക് ഐബ്രോസ് വന്നതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾക്ക് പാല് കൊണ്ട് ക്ലെൻസ് ചെയ്യും, നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. പാലിനെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ അല്ലേ. ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതിങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമുക്കിതിനെ കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചപ്പാല് വേണം കേട്ടോ. തിളച്ച പാൽ, ചൂടാക്കിയ പാല് വേണ്ട, പച്ചപ്പാൽ തന്നെ മതി. പിന്നെ നല്ല ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ എല്ലാവരും തണുപ്പും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പരിപാടി ചെയ്യാം അല്ലേ. നമുക്ക് മോൻ വിളിച്ചപ്പോൾ പോയതാണ്. അപ്പം നമുക്ക് അതിൽ കുറച്ച് ഒരു ലേശം പാലുണ്ട്, അതിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ഒഴിച്ച് നമുക്ക് സ്ക്രബാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിതിപ്പോൾ കുറച്ചെടുത്താൽ മതി. എത്ര അരിപ്പൊടി എടുത്തു, ഇതിന് നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യണത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്ക്രബ് ചെയ്യണത്. നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക ചെയ്ത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് ഒന്ന് ലൂസാക്കുക. നമുക്ക് കുറേ ആയി ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് കുറേ ആയില്ലേ, മുഖമൊക്കെ എന്തോ പോലെയായി, ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷിച്ച് നോക്കിയിട്ടോ ഒരു ദിവസം. അപ്പോൾ എനിക്കൊരു നല്ലൊരു തെളിച്ചൊക്കെ അങ്ങനെ വന്ന തെളിച്ചാണിത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തെളിച്ചം വന്നപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതിനെ നല്ലോണം ഒന്ന്
കുറുക്കി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കി വെച്ചോട്ടോ. എന്നിട്ട് ഇതിന് നമുക്ക് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിൽ വേണ്ട കേട്ടോ. പാല് അങ്ങനെയുള്ള നീർമയുള്ള സാധനം പോലെയല്ല, കണ്ണിൻ്റെ അടിയിൽ മറ്റുള്ളതൊന്നും തേക്കാൻ പാടില്ല. നമുക്ക് നല്ലോണം ഇട്ട് കൊടുക്കാം. മൊത്തം എടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് കൈ കൊണ്ടും, അപ്പോൾ വേണമെങ്കിൽ കുറച്ച് നമ്മുടെ പാലുണ്ടല്ലോ, ആ പാൽ തന്നെ, വെള്ളം തൊടേണ്ട ആവശ്യമില്ല. പാൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു. ഇത് ഒന്ന് കൈ മുക്കുക, രണ്ടിൽ ഇങ്ങനെ കൈ മുക്കുക. ഈ 3 വിരൽ കൊണ്ട്, നമ്മുടെ 3 വിരലേ വേണ്ടു, 3 വിരൽ കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലോണം സ്ക്രബ് ചെയ്തോട്ടോ. കുറേ ആയി. മറ്റേ നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാര ഇട്ടെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ. പഞ്ചസാര ഇട്ടാൽ നല്ല ഒരു ഇത് കിട്ടും, ഒരു തരിത്തരിപ്പ് കിട്ടും. അത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടിയോ അല്ല, ഇടിയപ്പത്തിൻ്റെ പൊടിയോ അല്ല, അങ്ങനത്തെ ഒരു പരുവത്തിലുള്ള പൊടിയാണേ. നല്ലോണം കുറേ ആയി ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് നല്ലൊരു എഫക്റ്റ് തോന്നി. അപ്പോൾ ഞാൻ വെച്ച് ഇനി ഒരു ദിവസം ഇത് ചെയ്ത് കാണിക്കാം. അപ്പോൾ എനിക്ക് നല്ലോണം അഴുക്കുണ്ടെന്ന് തന്നെ തോന്നി. അതാണ് ഇന്ന് വരാൻ കേട്ടോ. നല്ല ആദ്യമേ ഞാൻ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ അവിടെയൊക്കെ തേക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പേടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ അവിടെ ഡാർക്ക്നെസ് കൂടിയിട്ടിരിക്കില്ല. അപ്പം പൊതുവെ അങ്ങനെയാണ് പറയുക, കണ്ണിൻ്റെ അടിയിൽ തേക്കാൻ പാടില്ലാന്ന്. അപ്പോൾ ഇനി അതൊരു പാഠം പഠിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ കണ്ണിൻ്റെ അടിയിൽ തേക്കാതെ നല്ലോണം സ്ക്രബ് ചെയ്യാം. എത്രത്തോളം സ്ക്രബ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോൾ ആഴ്ചക്ക് ഒരു ദിവസമേ പാടുള്ളൂ. പക്ഷേ മുന്നേ ഞാൻ പറഞ്ഞ ക്ലെൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ദിവസം പാല് കൊണ്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ. നമ്മുടെ മൂക്കില്ലേ, ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ്. ഇവിടെ ഉണ്ടാവും, ഈ ഭാഗത്തും ഇവിടെയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ നെറ്റിത്തടത്തിൽ ഉണ്ടാവും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ. അതൊക്കെ നമ്മൾ നല്ലോണം സ്ക്രബ് ഒരു 5 മിനിറ്റോളം സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റിലും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ വേഗം കഴുകിയിട്ട്, അപ്പോൾ കഴുകിയിട്ടുണ്ട്. നമുക്ക് തുടക്കാം. എപ്പോഴും മുഖം ഉരച്ച് തുടയ്ക്കാറുണ്ട്. നല്ല ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത് പാടുള്ളൂ കേട്ടോ. മാറ്റം ഉണ്ടോ? അപ്പോൾ നമ്മുടെ സ്ക്രബ് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു മസാജ് കൊടുക്കണം. നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാൻ കുറേ ആയി വിചാരിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. മസാജ് കൊടുത്താൽ തന്നെ ചിലർക്ക് നല്ല ഉറക്കം വരൂല്ലേ. അപ്പോൾ നമുക്ക് മസാജ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാലിൻ്റെ ആ പാത്രത്തിൽ തന്നെ പാലെടുക്കുക. കുറച്ച് പാലെടുത്തു. ഒരു 40 വയസ്സ് കഴിഞ്ഞവരുടെ ഫേഷ്യലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ 40 വയസ്സ് കഴിഞ്ഞവർക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് വെള്ളം കൊണ്ടുള്ള ഇപ്പോഴത്തെ ഒരു ഫേഷ്യൽ സൂപ്പറാണ്. അപ്പോൾ ഇതാ വെള്ളം ഇവരെടുത്ത് കേട്ടോ. ഞാൻ വെള്ളം പൊടിച്ച വെള്ളമാണേ.
പൊടിച്ച വെല്ലം ഇട്ടു, പിന്നെ പാല്, വെല്ലം, പിന്നെ കുറച്ച് തേന്, കുറച്ച് മതി കേട്ടോ തേന്. ഇതുകൊണ്ട് നല്ലൊരു മസാജ് കൊടുക്കാം നമുക്ക്. ഇതിലിപ്പോൾ എന്താ എടുത്തെന്ന് അറിയില്ലേ? പാലെടുത്തു, തേനെടുത്തു, പിന്നെ ശർക്കര പൊടിച്ചതും മറക്കണ്ട കേട്ടോ. അതിന് ഉടയാത്ത വെല്ലൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിൽ നല്ലോണം ഇത് നല്ലതാണ് കേട്ടോ. ഈ ഒരു മസാജ് സൂപ്പർ പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ഇത് നല്ലതാണ്. അതിൽ അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാജ് കൊടുക്കാൻ തുടങ്ങാം. നമ്മുടെ ഈ കയ്യിൽ ഇങ്ങനെ എടുക്കുക, എൻ്റെ കയ്യിൽ എടുക്കുക, എടുത്തതിന് ശേഷം മസാജ് കൊടുക്കുക. ആദ്യം ഇങ്ങനെ വേണമെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ ഒരു 10 പ്രാവശ്യം അങ്ങോട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ നമ്മുടെ കവളിൽ ചെയ്തു. ഇനി നമുക്ക് ഈ താടി ഭാഗം നല്ലോട്ട് മസാജ് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. നല്ലൊരു മസാജ്. പിന്നെ നമ്മുടെ മീശ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചുണ്ടിരിക്കൊക്കെ നല്ല മധുരം ഉണ്ടായിരിക്കും കേട്ടോ. നല്ലോണം മസാജ് കൊടുക്കാം. പിന്നെ നമ്മുടെ മൂക്ക് ഫിംഗർ ഇതാണേ, വേണമെങ്കിൽ ഒന്നും കൂടി തൊട്ടോളൂ. എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് മസാജ് കൊടുക്കുക. എന്നിട്ട് മേലെ ഇങ്ങനെ കൊടുക്കുക. നമ്മുടെ മൂക്കിൻ്റെ ഈ പാലത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മുടെ പൊട്ട് വെക്കുന്നില്ലേ, അവിടെ നല്ലൊരു മസാജ് കൊടുക്കുക. പിന്നെ നമ്മുടെ നെറ്റിത്തടത്തും നല്ലൊരു മസാജ് കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് മുകളിലോട്ട് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി ഇവിടെ താടി ഇങ്ങനെ മുഖത്തിൻ്റെ ഇവിടെ ഡബിൾ ചിന്നൊക്കെ വരില്ലേ, അതെല്ലാം കുറയാനും ഇത് നല്ലതാണ്. ഞാനൊരു ഫേസ് ഒക്കെ എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെറുതെ വെക്കണ്ട കേട്ടോ. ഇത് വീണ്ടും എടുക്കുക, നമ്മുടെ കയ്യിലാക്കുക. വീണ്ടും 1 2 3 4 5 6 7 8 9 10 മുകളിലേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ നടുക്കുള്ള ഭാഗത്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതൊക്കെ നോക്കി പോകുന്നേ. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം കൊടുത്താൽ മതി. കേട്ടോ, 5 6 കൂട്ടിയത് കൊണ്ടൊരു കുഴപ്പമില്ലേ. പിന്നെ നമ്മുടെ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെ ഒന്ന് നിർത്താം. കുളിക്കണേക്കാളും മുന്നേ ചെയ്താൽ അത്ര നല്ലത് കേട്ടോ. അല്ലെ മേലെല്ലാം ആയി ചേച്ചി പറഞ്ഞിട്ട് ചെയ്തു, എന്നിട്ട് എൻ്റെ ഡ്രസ്സിലൊക്കെ ആയി എന്ന് പറയണ്ട. പിന്നെ നമ്മൾ പൊട്ടിൻ്റെ അവിടെ നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ തലേൻ്റെ അവിടെ തല ഒന്ന് നെറ്റിയുടെ അവിടെ ഒന്ന് നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇങ്ങനെ 3 വരയൊക്കെ വിടും. ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞവരുടെയൊക്കെ നെറ്റിയൊക്കെ ഇങ്ങനെ 3 വരയൊക്കെ വിടും. എൻ്റെ വീണിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ഇപ്പം നമ്മൾ 2 പ്രാവശ്യം ചെയ്തു കേട്ടോ. ഇനി ഒരു പ്രാവശ്യം ചെയ്യാണ്ട് വീണ്ടും നമ്മുടെ അടുത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, എന്നാലും നമ്മളിത് വേസ്റ്റ് ആക്കണ്ട. വീണ്ടും എടുക്കുക, നല്ലൊരു മസാജ് കൊടുക്കുക. 1 2 3 4 5 6 അങ്ങനെ ചെയ്യും. ഇത്ര പ്രാവശ്യം ഒന്നുമില്ലെങ്കിൽ എണ്ണൊന്നുമില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിനിങ്ങനെ ഈ കയ്യിനിങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, മുകളിലോട്ടും അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റൊട്ടേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ചിതുപോലെ തന്നെ ഇങ്ങോട്ട് അത് എത്തിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം കേട്ടോ. ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ ഒരു റൗണ്ട് മസാജ്. ഇത് നമ്മളിപ്പോൾ ഈ ഒരു മസാജ് നമ്മൾ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക. പിന്നെ കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൊടുത്ത് ഒരു നമ്മുടെ പ്രസ്സിങ് പോയിൻ്റാണ് ഇവിടെ കൊടുത്ത് ഒന്ന് റിലാക്സ് ആവുക. നല്ല കൂളാവുക. പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തും ചെയ്തിട്ടില്ലെങ്കിൽ കഴുത്ത് വേറെ കളർ, മുഖം വേറെ കളറാവുകയും. അപ്പം അത് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഞാൻ അത്യാവശ്യം ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് പൊതുവേ ഈ കഴുത്തിൻ്റെ അവിടെ ചെയ്യാനേ ഭയങ്കര മടിയാണ്, ഒരു അറപ്പ് പോലെ. അപ്പോൾ കുറേ സമയമായി. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം. പോട്ടെ, കഴുകി ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അല്ലേ, സോഫ്റ്റ് ആയിട്ട്. ഇനി നമുക്ക് തുടയ്ക്കാം. തുടച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മൾ ക്ലെൻസിങ് ചെയ്തു, സ്ക്രബ് ചെയ്തു, മസാജ് കൊടുത്തു. ഇനി 4ാമത്തെ സ്റ്റേജ് എന്താണെന്നറിയോ? നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി വേറെ ബൗൾ എടുക്കാം. ഇനി നമുക്കിതിൽ വേണ്ടത് പാല് ബാക്കിയുണ്ട്. പാല് നമ്മൾ കുറച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനെടുത്തു, ഒരു നുള്ളു മതി കേട്ടോ. തേനെടുത്തു. പിന്നെ നമുക്ക് ശർക്കര വേണം. ശർക്കര അലിഞ്ഞു പോയി, അപ്പോൾ കുറച്ച് ശർക്കര എടുത്തു. പിന്നെ നമുക്ക് അരിപ്പൊടി വേണം. പാലെടുത്തു, അരിപ്പൊടി എടുത്തു, ശർക്കര എടുത്തു, തേനെടുത്തു. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിക്കാം. യോജിപ്പിക്കുമ്പോൾ കുറച്ചൊരു ലൂസ് പൊടിയുണ്ട്. അപ്പം ഞാൻ ലേശം കൂടെ അരിപ്പൊടി ഇടുന്നുണ്ട്. പാൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ലോണം എല്ലാം മിക്സ് ചെയ്തു. അരിപ്പൊടിയൊക്കെ എടുത്ത് നമുക്ക് ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അതെടുത്താൽ മതി കേട്ടോ. മറ്റത് പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഇടയിലുള്ള ഒരു പൊടി, അതായത് നല്ല നൈസും ഉണ്ടാക്കാം. പാക്ക് ഇട്ടിട്ട് നമുക്കൊരു ഇത് ഉണങ്ങുന്നവരെ, ഇത്ര സമയമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുളിക്കണേക്കാൾ മുന്നേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലത്തെ പണിയും നോക്കാം. അതിൻ്റെ ഇടയിൽ പാക്കിട്ട് അത് ഉണങ്ങും ചെയ്യും കേട്ടോ.
അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അടിയിലൊന്നും ഇടണ്ട കേട്ടോ. അതെനിക്ക് ഇപ്പോൾ വല്ലാത്തൊരു അനുഭവമായിപ്പോയി. എനിക്കതൊരു പേടി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പേക്കൊന്നും അങ്ങോട്ടേക്ക് തട്ടിക്കുന്നേ ഇല്ല. നമ്മുടെ ഒന്നാമത് സോഫ്റ്റ് സ്കിന്നല്ലേ കണ്ണിൻ്റെ തടം എന്ന് പറയണത്. തട്ടിക്കണ്ട കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടി എനിക്കൊരു ഡ്രൈ പോകുന്നില്ല തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ലേശം കൂടെ പാല് ചേർക്കുന്നുണ്ട്. കുറച്ചൊരു ലൂസും അല്ല ടൈറ്റും അല്ല, ആ രീതിയിൽ ആക്കിക്കോളൂ കേട്ടോ. പാക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ. ഈ പാക്ക് നല്ലതാണേ, പക്ഷേ ഈ പാക്ക് എപ്പോഴും ഇടാൻ പാടില്ലേ. നമുക്ക് മസാജും ക്ലെൻസിങ്ങും കൊടുക്കുന്നത് പോലെ സ്ക്രബും ഈ പാക്ക് ഇടലും എന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് എന്നും ക്ലെൻസിങ് ചെയ്യാം, പാല് കൊണ്ട് ക്ലെൻസിങ് ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. നല്ല മുഖമൊക്കെ നല്ല സ്മൂത്തായി നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നമ്മുടെ ബെല്ലിട്ടിട്ട് ആ മസാജ് കൊടുത്തില്ലേ, അത് നമ്മുടെ കയ്യിലൊക്കെ ഇടാട്ടോ. അടിച്ച് കറക്കുകയും വേണമെങ്കിൽ കയ്യിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വൃത്തി വരും. പക്ഷെ ഞാനിപ്പോൾ ഇടയിൽ അങ്ങനത്തെ കൈക്കൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ടായിരുന്നേ. കൈ അന്നത്തെ കൈ പോലെ നല്ല സുന്ദരി കൈ ആയിട്ടിട്ട്. എനിക്ക് ദൈവം തന്ന കൈ എൻ്റെ സുന്ദരി കൈ തന്നെയല്ലേ അല്ലേ. എൻ്റെ നമ്മുടെ അവയവങ്ങളെല്ലാം നമുക്ക് സുന്ദരിയാണ് അല്ലേ. ഭഗവാൻ കയ്യും കാലും കൊടുക്കാത്തവരിയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ തന്ന സൗന്ദര്യത്തിന് പിന്നെയും കൂട്ടാനോ നോക്കത്തില്ലേ. പക്ഷേ പെണ്ണുങ്ങളല്ലേ ഇനിയും സൗന്ദര്യം വേണമെന്നല്ലേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങിയിട്ട് വരാം. അതുവരെ ബൈ ബൈ. നമ്മുടെ പേക്കൊക്കെ നല്ല ഉണങ്ങിയിട്ടോ. ഞാൻ ഏകദേശം 15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പേക്കൊക്കെ ഉണങ്ങി. കണ്ടില്ലേ, കാണുന്നില്ലേ, പേക്കൊക്കെ ഉണങ്ങി. ഇനി ഞാനിത് കഴുകിയിട്ട് വരാം. എന്നിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം അല്ലേ. എനിക്കിഷ്ടമായിട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല നിറം വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ഒന്നിട്ടാൽ ഒരു പേക്കും ഒരു ഫേഷ്യലും പിടിക്കില്ല. അതാവുന്നില്ല. നമ്മളിത് ഇതിപ്പോൾ ആഴ്ചക്ക് ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്യണത്. ഇതുപോലെ അങ്ങനെ ഫസ്റ്റ് കഴിക്കലൊന്നും നമുക്കൊരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഈ ക്യാമറ ഒരു തെളിച്ചും കുറവ്. ഞാനൊന്ന് തുടക്കട്ടെ. മനസ്സിലായില്ലേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താ ശരിയാവാത്ത പടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു കുഞ്ഞി ഫോണിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അത്രയേ ക്ലാരിറ്റി കിട്ടുള്ളൂ കേട്ടോ. സോറി. നമുക്ക് വാങ്ങാമേ. നമുക്കൊരു ഇതിൽ നിന്നൊക്കെ ഒരു വരുമാനം നമുക്ക് വാങ്ങാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ മുഖം എപ്പോഴും ഞാൻ ഇങ്ങനെ ഇങ്ങനെ തുറക്കണം ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല നിറം വെച്ചിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലേ. ഞാൻ സുന്ദരിയായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നണതന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാം, നിങ്ങൾ സുന്ദരി എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ സുന്ദരിയാവും അല്ലേ. അതുപോലെ ഞാൻ സുന്ദരിയായി. അപ്പോൾ ഇതുപോലെ സുന്ദരിയാവണമെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്യാം. ആഴ്ചക്കൊരു ദിവസം ക്ലെൻസിങ് ദിവസവും ചെയ്തോ, മസാജിങ്ങും വേണമെങ്കിൽ ചെയ്യാം. അതും ദിവസം ചെയ്യണോണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇതുപോലെ മൊത്തത്തിലൊരു ഫേഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആഴ്ചക്കൊരു ദിവസം ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു. ഒരു കാര്യം മറന്നു കേട്ടോ. ഇതുപോലെ നല്ല ചന്തമുള്ള പുരുകം വരണമെങ്കിലേ അതിനൊരു സൂത്രമുണ്ട്. വേണമെന്നുള്ളവർ വേഗം കമൻറ്റ് ബോക്സിലിട്ടോ. ഇത് എങ്ങനെയാ പുരുകം ഇത്ര നിറം വെച്ചത് എന്ന് കേട്ടോ. നല്ല സോറി, കറുപ്പ് കളറായതെന്ന്. മുഖത്തിന് ഐശ്വര്യം നമ്മുടെ ആ പുരുകം തന്നെയല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.